അസ്സലാമു അലൈക യാ നൂറസ്സബാഹി. എട്ടാം പേജ് അതിന്റെ രണ്ടാമത്തെ പാരഗ്രാഫ്. വലാ യജിബു തബാഉദു, അടിന്നാണ് നോക്കിയ രണ്ടാമത്തെ മേലത്തെ. അന്നജസിം ഫീ മാഇൻ കസീരിൻ വലൗ ബാല ഫിൽ ബഹരി മസലൻ ഫർതഫഅത് മിൻഹു റഗ്ബത്തുൻ ഫഹിയ നജസത്തുൻ ഇൻ തഹഖഖ അന്നഹാ മിൻ ഐനിൻ നജാസത്തി ഔ മിനൽ മുതഗയ്യിരി അഹദു ഔസാഫിഹി ബിഹാ വഇല്ലാ ഫലാ. ഇനി ഇപ്പൊ സ്വാഭാവികമായി നമ്മൾ തോട് പറഞ്ഞ മനസ്സിലായില്ലേ? തോട്, വെള്ളം ഒഴുകുന്ന ചാല്, പുഴ, ഇതൊക്കെ ഉണ്ടാവും. പുഴയിലൊക്കെ ഇങ്ങനെ ഒതുടുക്കുമ്പോ ഉണ്ടാവും. അങ്ങനെ നമ്മളിങ്ങനെ ഒതുടുത്തുകൊണ്ടല്ല ഈ കുളിച്ചുകൊണ്ടോ ഇരിക്കുമ്പോ നമ്മളോട് മുങ്ങുമ്പോഴാണ് എന്താവും, എവിടുന്നോ കുറുക്കനോ പൊട്ടൊക്കെ ചത്തത് ഇങ്ങനെ മുമ്പ് കൂടിയാണ് പോകും. ഇനി പുഴയിൽ മുങ്ങാത്തവരിടത്ത് പറഞ്ഞിട്ട് വരെയുള്ളത് സാനവാസ പുഴയിൽ മുങ്ങിക്കണ. പുഴയിൽ മുങ്ങുമ്പോ അങ്ങനെയാണ്. കടലിലൊക്കെ ഉണ്ടായാലുണ്ടതേ ചിലപ്പോ തലയിലും കൊടുക്കും. എന്നപ്പോ ആകെ പ്രശ്നമായോ എന്നാ ചോദ്യം. അപ്പൊ നമ്മളിങ്ങനെ ഉദാഹരണം പറയും, ഒതുടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒതുടുക്കണീന്റെ മുമ്പ് കൂടെ എന്ത് ചെയ്ത് ഒരു ഇങ്ങനെ നജസിന്റെ കഷ്ണം ഇങ്ങനെ പോടും. ഒന്നുകിലോ കാഷ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എലിയോ മറ്റോ ചത്തതോ അങ്ങനെ ഒലിച്ചു പോകുന്നുണ്ട്. അല്ലെങ്കിൽ നീണ്ട് കുളത്തിലാണ് നമ്മളിങ്ങനെ ഒതുടുത്ത് നോക്കുമ്പോഴോ വലിയ തവള ചത്തിട്ടെന്നാണ് അതിങ്ങനെ കെടുക്കണാണ്. എന്നാ ഇനി നമ്മൾ അവിടുന്ന് നീച്ചു പോകുന്ന അപ്പുറത്തെ മറ്റേ തലക്ക പോയി ഒതുടുക്കണോ? അങ്ങനൊന്നുമില്ല, അത് വേറെ ഇത് വേറെ. അതുകൊണ്ട് ഇതിന് ബുദ്ധിമുട്ടില്ല. പിന്നെ ഒരുപാട് വെള്ളല്ലേ, പകർച്ചയായ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കെട്ടി നിൽക്കുന്ന വെള്ളം എത്ര ഉണ്ടെങ്കിലും പകർച്ച, നജസുകൊണ്ട് പകർച്ചയായാൽ കുറച്ചാണെങ്കിലും അത് നജസ് തന്നെയാണെന്ന് പറഞ്ഞിരിക്കണേ. അവിടുന്നാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അതിന്റെ ബാക്കി അത് അതാ. വലാ യജിബു തബാഉദു, ദൂരത്താവൽ നിർബന്ധമില്ല. അൻ നജസിൻ, നജസിനെ തൊട്ട്, അധിക വെള്ളം അഥവാ 2 കൊല്ലത്തിൽ തോന വെള്ളമുണ്ട്. അപ്പൊ അതിലൊരു നജസിന്റെ കഷ്ണം കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അല്പം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിന്റെ അപ്പുറത്ത് ഒതുക്കണ പ്രശ്നമൊന്നുമില്ല. അവിടെ പോയി കാണാൻ നമ്മൾ പോയിട്ട് ഒതുക്കുമല്ലോ, അതിന് പ്രശ്നമില്ല. മാറൽ നിർബന്ധമില്ല എന്നാണ്. ഇനി മാറിയ കുഴപ്പമുണ്ടോ? അപ്പൊ അവിടെ കിടക്കുന്നുണ്ട്, അങ്ങോട്ട് ഇരിഞ്ഞൊന്ന് ഒതുടുത്തോ, അതിന് പ്രശ്നമില്ല. ഇവിടെ അങ്ങനെ ചെയ്യൽ നിർബന്ധമുണ്ടോ അഥവാ ആ വെള്ളത്തേക്ക് അതിന്റെ ശാഖ ഉണ്ടാവുമോ, അത് കണക്കാക്കേണ്ടതില്ല. ഇനി ഒരു ഉദാഹരണം പറയാണ്. വലൗ ബാല ഫിൽ ബഹരി, ഒരാള് സമുദ്രം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് 2 കൊല്ലത്തിനേക്കോളം വെള്ളമുള്ള കിണറ്, കുളമൊക്കെ പോലുള്ളതാണ്. അല്ല ബഹ്റൈനൊക്കെ കൂടി കടല് മാത്രമല്ല. അപ്പൊ ഞങ്ങളാട്ട് കടലില്ലാറുണ്ടാന്ന് മസലൻ ഒരു ഉദാഹരണം പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. ഇനി മസല് 2 സമുദ്രം പോലോത്തതിൽ മൂത്രമൊഴിച്ചു, അല്ലെങ്കിൽ മൂത്രമൊഴിക്ക പോലോത്തതുമാണ്. ഇനി എന്ത് ചെയ്തു? ഒരാള് മൂത്രം ഒഴിച്ച് തന്നെ വേറെ എന്തെങ്കിലും രക്തം ഒഴിച്ചത് കൊടുന്ന് കൊള്ളുന്നില്ല, നജസ് ഒഴിച്ചു എന്ന് പറയാനാണ്. ചുരുക്കി പറഞ്ഞ ആ ഒഴിക്കലിന്റെ ശക്തി കൊണ്ട് ഒരു തുള്ളി നമ്മളെ മേത്തേക്ക് തെറിച്ചു. അല്ല, റഹബത്ത് മേൽക്കെത്തിയിട്ടില്ല. പിന്നെ അതുകൊണ്ട് തെറിച്ചു പൊന്തി, പതച്ചു പൊന്തി. പയ്യനെ അല്ലേ, വെള്ളം കണ്ടില്ലേ, മൂത്രമൊഴിച്ചാണ്ടാവും. വെള്ളത്തിൽ മൂത്രമൊഴിച്ചാല് വലിയ വെള്ളത്തിലാണ് കൊണ്ടുപോയി ഒഴിച്ചാൽ അങ്ങനെ പതഞ്ഞു പൊന്തിക്കൊണ്ടിരിക്കും. അങ്ങനെ പതഞ്ഞു പൊന്തിയാൽ ആ ഞുര ഉണ്ടാവുമല്ലോ, ആ ഞുര പയ്യ നജസത്തുൻ, അത് നജസ് തന്നെയാണ്. എപ്പോ? ഇപ്പൊ നമ്മൾ ഒഴിച്ച നജസിൽ നിന്ന് ഉണ്ടായ പതയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒഴിച്ചപ്പോ ഈ വെള്ളവുമായി കൂടി ചേർന്നിട്ടുണ്ടായ ഒരു നൊരയാണ്, എന്നാ അത് നജസ് തന്നെ. കാരണം ഉണ്ടോ, ഒന്നുകിൽ നേരെ നജസ് തന്നെയാണല്ലോ, ആ പത നേരെ അപ്പത്തന്നെ പൊന്തിയാണെങ്കിൽ. ഇനിയിപ്പോ വെള്ളത്തിലല്ലാതെ ഒഴിച്ചാലും ഉണ്ടാവേ, മനസ്സിലാവുണ്ടോ? മൂത്രത്തിൽ അധികമായിട്ടുണ്ടോ ശ്രദ്ധിച്ചോണ്ടി. ഞാൻ അതിന് ഡോക്ടറൊന്നല്ല, എന്നാലും പറയാതിരിക്കാൻ പറ്റൂല്ലോ. മൂത്രമൊഴിക്കുന്നത് ഇന്നിപ്പോ ഇതൊന്നും അറിയില്ലേ. ഈ പല അസുഖം അറിയാതിരിക്കാൻ കാരണം അതൊക്കെ തന്നെ. ബാത്റൂം പോയ ആരാ പരന്നാണ്ടിരുന്നത് നമ്മൾ കഴുകും കൂടി വേണ്ട, കഴുകാനടക്കം മൂപ്പര തിരിച്ചു വിടലാണ്. ശുദ്ധമായോ എന്ന് ആർക്കാ വെച്ചുള്ളത് അറിയില്ല, നിങ്ങൾക്ക് അറിയില്ലേ? പുതിയ മോഡൽ, ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിലേക്ക് കൊടുത്തേക്കണ്. കഴുകാൻ തന്നെ മൂപ്പരെ തന്നെ ഏൽപ്പിക്കാണ് അല്ലേ. പുറത്തൊക്കെ പോയപ്പോ അതല്ലേ പൈപ്പ് ചെന്ന സ്പീഡിലാണ്ട് അടിച്ചാണ്.
പിന്നെ കഴുകണമൊന്നുമില്ല. അല്ലാഹു അല, എനിക്കറിയില്ല, ഞാനായി പോയല്ലേ ചേട്ടാ. അങ്ങനെയാണ് കഥ ഉള്ളത്. അപ്പോ ഇന്ന് അതാണ് സ്ഥിതി. ഒന്നും അറിയില്ല, ആരാ മൂത്രമൊഴിച്ചു, എന്തേ മൂത്രമൊഴിച്ചു ഒന്നും അറിയില്ല. ബ്ലഡ് തന്നെ മൂത്രമൊഴിച്ചാലും ഇതെന്താവും, കയ്യണിലടക്ക് തിരിച്ചില്ല, സൂചന പോയില്ല, ആരാ അറിയണപ്പോ ഇതെന്താന്ന്. മുമ്പ് അങ്ങനല്ലേ, മനസ്സിലാവുണ്ടോ? മൂത്രത്തിന് അല്പം മഞ്ഞണ്ടി പെട്ടെന്ന് അറിയും, അങ്ങനെ തെറിക്കാതിരിക്കാൻ വേണ്ടി നോക്കുവേ. അപ്പൊ മൂത്രം വെച്ച് മേഡിയം സൈസിൽ പദം ഉണ്ടാവും ഇതിന്. കാരണം ശരീരത്തിലുള്ള ഉപ്പല്ലേ ഈ വരുന്നത്, ശരീരത്തിന്റെ ഉപ്പിന്റെ അംശങ്ങളാണ് ഈ തള്ളിവിടുന്നത്. വേസ്റ്റ് അല്ലേ, അതിനെന്താവും, എന്തായാലും ഉപ്പ് രുചി ഉണ്ടാവും. മൂത്രത്തിന്റെ പുളി എന്ന് പറയല്ലോ നമ്മള്, അതൊരു ഉപ്പ് പുളിയാണ്. അപ്പൊ അതിനൊരു പദം ഉണ്ടാവും. അത് ഓവർ ഉണ്ടെങ്കിൽ മനുഷ്യന്റെ കൊഴുപ്പ് നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. ഓവറായിട്ട് പതച്ചു വരുന്നുണ്ടെങ്കിലേ മനുഷ്യന്റെ കൊഴുപ്പ് നഷ്ടപ്പെടുന്നത് വലിയ അസുഖത്തിന് കാരണമാവുന്നതാണ്. ഓവർ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. എന്തിനൊരു മധ്യ അവസ്ഥ ഉണ്ട്. അപ്പോ അങ്ങനെ പതച്ചു പൊന്തി. ഈ പതച്ചു പൊന്തിയാൽ മൂത്രം ഡയറക്റ്റ് ചെന്നിട്ടുള്ള പത തന്നെയാണ്, മൂത്രത്തിന്റെ പത തന്നെയാണ്. അതല്ലെങ്കിൽ ആ വെള്ളവുമായിട്ട് ഇളക്കി മറിച്ചിട്ടുള്ളൊരു വെള്ളം ഒന്ന് കലക്കാലും ഉണ്ടാവും. ചില വെള്ളേ ഇപ്പൊ പാടത്തുള്ളൊക്കെ ഒന്നും കലക്കിയാലേ, അല്ലെങ്കിൽ ഒന്ന് കലക്കിയൊന്നുണ്ടാവും. ഇപ്പൊ കടലിൽ കണ്ടില്ലേ, എന്തുകൊണ്ടാ, മൂത്രമായതുകൊണ്ടല്ല, അത് ആ ഉപ്പുവെള്ളം ഇങ്ങനെ കണ്ടുകൊണ്ട് കലക്കിയുണ്ടാവണം, മറിഞ്ഞിട്ടുണ്ടാവണം എന്ന പോലെ ഉണ്ടാവും. അപ്പൊ ഈ മൂത്രവും വെള്ളം കൂടെ അങ്ങോട്ട് കലർന്നിട്ടൊരു പദം ഉണ്ടായി. എന്നാ ആ പദയും നജസ് തന്നെയാണ്. എന്തുകൊണ്ട്, ഇതൊന്ന് നേരെ മൂത്രത്തിന്റെ നമുക്കറിയാം. രണ്ടാമത്തേത് വെള്ളവും മൂത്രവും കൂടി കലർന്നിട്ട് നജസും കൂടി കലർന്നിട്ടുണ്ടായ പദയാണ് എന്ന് പറയാൻ. ഇങ്ങനല്ല എന്ന് വെക്കാം. നമ്മളിപ്പോ ഈ മൂത്രം കൊണ്ടേ മെല്ലാണ്ട് ഒഴിച്ചു, പതക്കാനൊന്നും സമയമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞുകൊണ്ട് പദം അങ്ങോട്ട് വരുന്നത്. എന്നാ പദ ഈ മൂത്രത്തിന്റെ ആണ് നമുക്ക് തോന്നിയില്ല, വെള്ളത്തും കൂടി ചേർന്നപ്പോ ഉണ്ടായതാന്ന് തോന്നിയില്ല. എന്നാ പിന്നെ അത് വെള്ളത്തിന്റെ പതയാണ്. വെള്ളത്തിന്റെ പതയാണ് എന്തുമല്ല, നജസ്സും അല്ല. അതാണ് ഇനി പറഞ്ഞോ. നജസിന്റെ നജസിൽ നിന്നുണ്ടായ പതയാണെങ്കിൽ ഈ നജസ് കൊണ്ട് അതിന്റെ വെള്ളത്തിന്റെ ഗുണങ്ങളിൽ നിന്നൊന്ന് വ്യത്യാസപ്പെട്ട്, നേരത്തെ നമ്മൾ പറഞ്ഞ ഗുണങ്ങള് രുചി, വാസന, നിറം, ഇത് ഏതെങ്കിലും വ്യത്യാസപ്പെട്ടിട്ടാണ് എങ്കിൽ ആ പദ നജസ് തന്നെയാണ്. വൈല്ല, ഈ പറഞ്ഞ രണ്ട് രൂപല്ല, നജസിന്റെ നേർക്ക് നേരല്ല, നജസുമായി കൂടിക്കലർന്ന വെള്ളത്തിൽ നിന്നുമല്ല എങ്കിൽ പല ആ പദ നജസാണെന്ന് പറയാൻ പറ്റൂല. ഇതൊക്കെ ഇപ്പോ വെള്ളം ഇല്ലാത്തോടത്താണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുള്ളൂ. ഓ അങ്ങനല്ലേ, നമ്മൾ ഇവിടുന്ന് വിട്ടുപോയാലേ ആ വരുന്ന പതകളൊക്കെ ഉണ്ടാവും. മനസ്സിലാവില്ല, പതച്ച് ഇങ്ങനെ ഇതാവുന്നു, അരഞ്ഞ് പതഞ്ഞിങ്ങനെ വരുന്നുണ്ടാവും. നമ്മൾക്ക് ഇപ്പൊ നമ്മൾ ആലോചിച്ചെന്താ, ഒരാൾ നിന്ന് കാണാൻ മൂത്രം ഒഴിച്ചയക്ക്, എന്നിട്ട് അവിടുന്ന് പിന്നെ ഒതുക്കാൻ നിൽക്കണമെന്നല്ല ഇപ്പൊ നമ്മൾ ആലോചിച്ചല്ലേ. ഇതിങ്ങനെ വരുന്ന വെള്ളത്തിനൊക്കെ പത കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ മേലെ ഇങ്ങനെ എന്ത് പത വരാൻ നോക്കുമ്പോ നേരെ ടോയ്ലറ്റിന് കിട്ടി ചാടുകയാണ് വെള്ളം. സെപ്റ്റിക് ടാങ്ക് ഒന്നും ഉണ്ടാവൂലേ, പല ആൾക്കാരും സെപ്റ്റിക് ടാങ്ക് തന്നെയാണ് കാര്യം. അതുകൊണ്ടാണല്ലോ ഈ പല ഭാഗത്തുള്ള വെള്ളത്തിന്റെയും ശുദ്ധി അത്ര ഉറപ്പിക്കാൻ കഴിയാത്ത, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു കോണാണ്. പിന്നെ ആ വരുന്ന പതയെ കുറിച്ചാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ സ്കരിക്കണ്ടേ, നമ്മൾ യാത്ര പോവുകയാണ്, വെള്ളം കണ്ടപ്പാടെ ഇറങ്ങിയതാണ് അല്ലേ. സിയാർത്തൊക്കെ പോകുമ്പോഴേയും വെള്ളത്തിന്റെ തടാകത്തിന്റെ അവിടെ നിർത്തും. അതിന്റെ അപ്പുറത്ത് തിരുമ്പലേരുണ്ടാവും, കുളിക്കലേരുണ്ടാവും, വെള്ളം എടുത്ത് കൊണ്ടുപോകണവരുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അങ്ങനെയൊക്കെ ഉള്ളിടത്താണ് ഇപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പിന്നെ ഇനി പറയട്ടെ, അതേപോലെ തന്നെ മറ്റൊന്ന്, ഒരു വെള്ളത്തിലേക്ക് ഉണക്ക കാഷ്ട അങ്ങോട്ട് വീണു, ഉണങ്ങിയ നജസാണ് വീണു. മനസ്സിലാവുണ്ടോ? നമ്മളിങ്ങനെ വെള്ളം പിന്നെ കൊടുന്നച്ചതാ, അതിന്റെ മേലെ കാക്കന്തോണ്ട് കൊണ്ടുപോകുമ്പോ ഒരൊറ്റ വീഴലാണ്ട് വീണു. 8-5 വെള്ളത്തിൽ കണ്ടു വീണേക്ക് ഒരു തുള്ളി തെറിച്ചു. ഇട്ട ശക്തി കൊണ്ടാണ്. ഇട്ട കാരണം കൊണ്ട് തെറിച്ചു. ഒരു പുള്ളി എന്തിന്റെങ്കിലും മേലിൽ ശരീരത്തിലേക്കോ വസ്ത്രത്തിലേക്കോ പാത്രത്തിലേക്കോ ഒക്കെ തെറിച്ചാൽ ലം തുനജ്ജിസ്ഹു, ആ വന്ന് വീണ തുള്ളി കൊണ്ട് നജസാകൂല. എന്തുകൊണ്ട്? ഈ ഉണങ്ങിയെന്ന് ഇപ്പൊ പൊടിഞ്ഞൊന്നുകൂടി പോരുമല്ലോ. ഉണക്ക കാഷ്ടല്ലേ, അല്ലെങ്കിൽ ഉണങ്ങിയ നജസല്ലേ, അത് വെള്ളത്തിൽ വീണ ആ വെള്ളത്തിൽ അങ്ങോട്ട് പതിച്ച ശക്തി കൊണ്ട് വെള്ളം പൊന്തി പോന്ന, അല്ല നജസ്ന്നൊന്നും പോകുന്നല്ല. എന്നാ വെള്ളം പാരുമ്പോ അങ്ങനല്ല, മൂത്രവെള്ളം അല്ലെങ്കിൽ നജസായ മറ്റു വെള്ളവും പാരുമ്പോ അങ്ങനല്ല. വെള്ളത്തോട് ചേരുമ്പോഴും തെറിച്ചൊക്കെ ചെയ്യും. പക്ഷെ തെറിച്ചുമ്പോ സംശയത്തിന് നല്ല വക ഉണ്ട്. ഇവിടെ അതിന് വക ഇല്ല. സനവാസേ കേൾക്കില്ല.